നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട വറുവലിൻ്റെ റെസിപ്പിയാണ്. ചോറിനൊപ്പവും ചപ്പാത്തിയും പൂരിയും അപ്പമായാലും പുട്ടായാലും ബ്രെഡായാലും എന്തിൻ്റെ കൂടെയും നല്ലവണ്ണം ഒത്തുപോകുന്ന ഒരു മുട്ട വറുവൽ റെസിപ്പി. കുറച്ചുകൂടിയൊക്കെ കുഴഞ്ഞ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് ചെയ്തെടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി നോക്കാം. ഇതാ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് പാകമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചു വയ്ക്കുക. ഞാനിവിടെ 4 മുട്ടയുടെ അളവിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഡബിളാണ് എടുക്കുന്നെങ്കിൽ ബാക്കിയെല്ലാം ഡബിളായിട്ട് എടുക്കുക. ഇനി മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പഴുത്ത 2 തക്കാളി മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. 3-4 പൾസ് മോഡിലിട്ട് അടിച്ചിട്ട് എടുത്തുകൊണ്ട് വരാം. കുറച്ച് കഷ്ണങ്ങളാക്കി കിടക്കുന്ന രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ കടായി വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായിട്ട് ഒരല്പം എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് കടായിലൊന്ന് ചുറ്റിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. മുട്ട ഒഴിച്ചൊന്ന് മുട്ട ചിക്കി എടുക്കാനായിട്ട് പോവുകയാണ്. തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. അടിഭാഗം ഉണ്ടല്ലോ കുറച്ചൊന്ന് കട്ടിയായിട്ട് വരാം. ഒന്ന് ഉറച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. വലിയ വലിയ പീസുകളാക്കി ചിക്കി എടുക്കണം. കുത്തി ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് ചെറിയ ചെറിയ പീസായി പോകും. നല്ലവണ്ണം പരന്ന പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഒരുപാട് ഇട്ടങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. ആ നനവെല്ലാം ഒന്ന് മാറിയ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി ചിക്കി എടുക്കുക. അതായത് ആ പാത്രത്തിൻ്റെ ചൂട് കാണുമല്ലോ, അത് മതിയാകും. ഇതായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വീണ്ടും കടായി വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിക്കുക. കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കുക. ഇനി ഇതിൽ സവാള ചേർക്കുക. 1 കപ്പ് സവാള എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. മീഡിയം സൈസ് 2 സവാളയാണ്. ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. പകുതി സവാളയും പകുതി ചെറുള്ളിയായിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇത് സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം. ഞാനിവിടെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും ചേർത്താൽ മതി. 1 സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കണം. കുറച്ച് ഫ്രഷായിട്ട് കറിവേപ്പില ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയായിട്ട് അരിഞ്ഞത് കാരണം ഇഞ്ചി വെളുത്തുള്ളി പെട്ടെന്ന് വാടി കിട്ടിക്കോളും. പേസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് വാടി കിട്ടിക്കോളും. അതായത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷമാണ് പൊടി ചേർക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത് ചിക്കൻ മസാല. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ചിക്കൻ മസാല മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പൊടി ഒട്ടും കരിഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടി നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ. ഏകദേശം ഒരു 30-35 സെക്കൻഡ് മാത്രം മതിയാകും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ. അതുപോലെ കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പോഡ് ഒന്ന് ചെയ്തേക്കണേ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. കുറച്ച് ഉപ്പൂടെ ചേർക്കുക. സവാളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചേർക്കുക. മുട്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതും പെട്ടെന്നായിക്കോളും, പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. അരച്ചത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് പോവും. അതുപോലെ ആ വെള്ളമയമൊക്കെ ഒന്ന് ഡ്രൈ ആകും.
സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരാൻ ഒട്ടാതെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കണം. അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുക. വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ആ പൊടിയും തക്കാളിയും എല്ലാം കൂടെ നല്ലവണ്ണം യോജിച്ച് കിട്ടും. ഫ്ലേവറെല്ലാം നല്ലവണ്ണം ആ ചാറിനകത്ത് വരും. മുട്ടയിലെ മസാല കുറച്ചുകൂടിയൊക്കെ കുഴഞ്ഞു പിടിക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കേണ്ടതാണ്. ഞാനിത് ചോറിന് പരുവത്തിലാണ് ചേർത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ. മസാലയ്ക്ക് ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കണം. കുറച്ച് നനവ് നിൽക്കെ വേണം അടുത്ത് ചേർക്കാനായിട്ട്. ഇതായിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കരുത്. ഇനി ഇത് ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം. കാരണം ലാസ്റ്റ് ആകാറായി ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അതുകൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഒരു 1/2 സ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിയില നിർബന്ധമില്ല, ഇല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാം. ഇത് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. പതുക്കെ ഇളക്കിയെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇനി ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തിക്കോ പൂരിക്കാണെങ്കിൽ കുറച്ചുകൂടി കുഴഞ്ഞിരിക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല കൂടെ ചേർക്കണം. കുറച്ചുകൂടെ ആ മസാലയൊക്കെ നനവിരിക്കുന്ന സമയത്ത് വേണം മുട്ട ചേർത്തിളക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് പരുവായിക്കോളും. എന്നിട്ട് ഒരുപാട് ഒഴുകുന്ന രീതി ചാറോടുകൂടി എടുക്കരുത്. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയൊന്ന് ചൂടായെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.